നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴാണ് നമ്മളെല്ലാം ഈശ്വരനെ തേടുന്നത്? നമ്മൾ സുഖമായിരിക്കുമ്പോൾ, സന്തോഷവാന്മാരായിരിക്കുമ്പോൾ, സാമ്പത്തിക സമൃദ്ധിയിൽ ജീവിക്കുമ്പോൾ, സൗഭാഗ്യങ്ങളിൽ മതിമറന്നു കഴിയുമ്പോഴൊന്നും നമുക്ക് ഈശ്വരനെ പറ്റി ചിന്തിക്കാൻ സമയം കണ്ടെത്താൻ കഴിയാതെ വരും. ഇതൊരു പരീക്ഷണമാണ്. സർവചരാചരങ്ങളിലും ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്ന പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന സർവ ചൈതന്യത്തെ ഒരിക്കലും മനുഷ്യൻ മറന്നു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത് സാമ്പത്തികപരമായിട്ടോ ശാരീരികമായിട്ടോ നമ്മുടെ കുടുംബപരമായിട്ടോ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ പ്രതിസന്ധികളിൽ പെട്ടുപോകും. അപ്പോഴാണ് നമ്മൾ ജഗദീശ്വരനെ പറ്റി ചിന്തിക്കുകയും നമുക്ക് ആരുമില്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്തയിൽ ഈശ്വരനിലേക്ക് അഭയം തേടുവാൻ ശ്രമിക്കുകയുമൊക്കെ ചെയ്യുന്നത്. എല്ലായ്പ്പോഴും ഈശ്വര ചിന്ത അല്ലെങ്കിൽ ഈശ്വര നാമജപം ചെയ്തുകൊണ്ട് ജീവിക്കുക ഒരു സാധാരണ വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ സാധ്യമാകുന്ന കാര്യമല്ല. പക്ഷേ ഈശ്വരനെ നമുക്ക് സദാ നെഞ്ചിൽ കൊണ്ടുപോകാം, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ സത്യസന്ധത പുലർത്തുകയാണെങ്കിൽ, മറ്റൊരു കോവിലിൽ പോയി നമ്മൾ ഈശ്വരന് മുന്നിൽ നമസ്കരിച്ചില്ല എങ്കിൽ പോലും സദാ നമ്മുടെ ഉള്ളിൽ ഈശ്വര ചൈതന്യം കുടികൊള്ളും. പലരും പല പ്രശ്നങ്ങൾ പെടുമ്പോഴും ഓരോ ക്ഷേത്രങ്ങളിൽ ചെന്ന് ആ വഴിപാട് ചെയ്യണം, ഈ വഴിപാട് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ദേവാലയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പൂജകൾക്കും വഴിപാടുകൾക്കും അതിൻ്റേതായ പവർ ഉണ്ട്, അത് സത്യം തന്നെയാണ്. എങ്കിലും നമ്മൾ ഹൃദയശുദ്ധിയുള്ളവരായി ജീവിക്കുകയാണെങ്കിൽ, സഹജീവികളോട് കരുണാമയന്മാരായി ജീവിക്കുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഒരു ദൈവ ചൈതന്യം, പ്രപഞ്ചത്തിൻ്റെ ഒരു പോസിറ്റീവ് എനർജി തീർച്ചയായും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ആരംഭിക്കുകയാണ്. അത്തരത്തിൽ ദൈവചൈതന്യം, പ്രപഞ്ച ചൈതന്യം, യൂണിവേഴ്സൽ പവർ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർക്ക് എല്ലാ കഷ്ടകാലങ്ങളിലും പ്രതിസന്ധികളിലും ദോഷ സമയങ്ങളിലുമെല്ലാം അതിജീവിക്കുവാനുള്ളൊരു പവർ സ്വയാർജിതമായി ലഭിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ജ്യോതിഷപ്രകാരം ചൊവ്വയും രാഹുവും ഇപ്പോൾ കുംഭം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2026 ഏപ്രിൽ 2 ചൊവ്വ കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് എത്തുന്നു. കൂടാതെ ചൊവ്വയുടെയും രാഹുവിൻ്റെയും കൂടിച്ചേരൽ കൂടി സംഭവിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസത്തോടുകൂടി ശനിയും ചൊവ്വയും സംയോജനം നടക്കുന്നതിൻ്റെ ഫലമായി ചില രാശിക്കാർക്ക് പ്രത്യേകമായ ചില ഫലങ്ങൾ, അനുകൂല ഫലങ്ങൾ സിദ്ധിക്കാൻ പോകുകയാണ്. 12 രാശികളിൽ ചില രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു മാറ്റം ഏപ്രിൽ 2 ശേഷം വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുവാൻ കൂടുതൽ സാധ്യതയുണ്ട്. സമ്പത്തും ആഡംബര ജീവിതവും പ്രതിസന്ധികളിൽ നിന്നും രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനവും സാമ്പത്തിക നേട്ടവുമൊക്കെ ഈ ഏപ്രിൽ 2 ശേഷം ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ശനി ചൊവ്വ സംയോജനത്തിൻ്റെ ഫലമായി വളരെ വലിയ ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കാൻ പോകുന്നത്. ധനപരമായും സാമ്പത്തികപരമായും അവരുടെ പരിശ്രമങ്ങൾക്ക് ഇരട്ടി ഫലം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത്. സാമ്പത്തിക സ്ഥിതി വളരെ പെട്ടെന്ന് അവർക്ക് ഉയർച്ചയിലേക്ക് എത്തിക്കാൻ സഹായകമായ നിലയിൽ എത്തുന്നതാണ്. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ ഈ വൃശ്ചികം രാശിക്കാർ കുറച്ച് ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ്. നമ്മളെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും പണം മുടക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന, അലട്ടിക്കൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു നല്ല പരിഹാരം കണ്ടെത്തുവാനായിട്ട് ഈ കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കും. എത്തരത്തിലുള്ള പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടുകൂടി, ധൈര്യത്തോടുകൂടി നിങ്ങൾക്ക് തരണം ചെയ്യാൻ തീർച്ചയായും സാധിക്കും. കേസ്, സ്വത്ത് തർക്കങ്ങൾ, മറ്റു വിധത്തിലുള്ള സാങ്കേതികമായ നൂലാമാലകൾ, ഇവയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനം ലഭിക്കും. നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ സിദ്ധിക്കുന്ന ഒരു സമയമാണ്. വിധികൾ, അതായത് കേസുകളിൽ നിന്നോ മറ്റു തർക്കങ്ങളിലോ നിന്നൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ ചില വിധികൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. മെച്ചപ്പെട്ട ഒരു ജീവിതം ഈ കാലയളവിൽ നിങ്ങൾക്ക് ആരംഭിക്കുവാൻ സാധിക്കും. അത്തരത്തിലുള്ള നിരവധി അവസരങ്ങളും നിങ്ങളെ തേടിയെത്തും. പുതിയ സാധ്യതകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു സമയമാണ്.
അതിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായവ കണ്ടെത്തി മുന്നോട്ട് പോകണം. കുഴഞ്ഞു മറിഞ്ഞു കിടന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാൻ അനുകൂലമായൊരു സമയം കൂടിയാണ് നിങ്ങൾക്ക് ഇത്. ബുദ്ധിപൂർവം വേണം നിങ്ങൾ ഈ കാലയളവ് ഉപയോഗിക്കുവാൻ. ഇത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാണ് എന്ന് പറയുമ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുവാനും ശ്രമിക്കണം. അലസതയും വിട്ടുവീഴ്ചകളും ഒന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വിഘാതമായിരിക്കുന്നതിന് ഒരു കാരണവശാലും ഇടയാക്കരുത്. സാമ്പത്തിക സുരക്ഷിതത്വം ലഭിക്കും എന്നതിന് യാതൊരു തർക്കവുമില്ല. പുതിയ തൊഴിലവസരങ്ങളും സാമ്പത്തിക ലാഭങ്ങളുമൊക്കെ ലഭിക്കും ഈ വൃശ്ചികം രാശിക്കാർക്ക്. വൃശ്ചികം രാശി എന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഈ വൃശ്ചികം രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാർ. ഏപ്രിൽ 2 ശേഷമുള്ള ഈ കാലഘട്ടം നിങ്ങൾക്ക് വളരെ അനുഗ്രഹീതമായ ഒരു സമയമായിരിക്കുക തന്നെ ചെയ്യും. മകരം രാശിക്കാരെ പറ്റിയാണ് ഇനി നമ്മൾ പറയുന്നത്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ അര ഭാഗം വരുന്ന നക്ഷത്രക്കാരാണ് ഈ മകരം രാശിയിൽ വരുന്നത്. ശനിയുടെയും ചൊവ്വയുടെയും ഈ സംയോജനം വലിയ നേട്ടങ്ങളിലേക്കാണ് നിങ്ങളെ എത്തിക്കുന്നത്. പുതിയ അവസരങ്ങൾ വഴി തുറക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ശരിയായ വിധത്തിലുള്ള തീരുമാനങ്ങളായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ തീർച്ചയായും ഉണ്ടാകുകയും ചെയ്യും. അത് മാത്രമല്ല, ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഗുണപരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകും. അതായത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തീരുമാനങ്ങൾ കൃത്യതയുള്ളതും ശരിയാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യവുമുള്ളതും ആയിരിക്കും. അതിൻ്റെ ഫലം തീർച്ചയായും നല്ല ഗുണാനുഭവം തന്നെ നൽകുകയും ചെയ്യും. വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയും സാമ്പത്തിക നേട്ടവും നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ നിൽക്കുന്ന മേഖലയിൽ സ്കോളർഷിപ്പോ അംഗീകാരമോ പ്രശംസയോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. വിദേശത്തേക്ക് പോയി പഠിക്കുവാനോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടുവാനോ ആ നേടിയ വിദ്യാഭ്യാസത്തിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ സ്വായത്തമാക്കുവാനോ ഒക്കെ കഴിയും. അത് കൂടാതെ തന്നെ ഈ കാലയളവ് നിങ്ങളുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള നേട്ടങ്ങൾ തീർച്ചയായും കൊണ്ടുവരും. സാമ്പത്തിക സുരക്ഷിതത്വം നിങ്ങൾക്ക് ഉറപ്പുവരുത്തുവാൻ തീർച്ചയായും സാധിക്കും. ആരോഗ്യ പ്രതിസന്ധികളെ വളരെ പെട്ടെന്ന് തരണം ചെയ്യുവാൻ പറ്റുന്ന സമയം കൂടിയാണ്. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ലഭിക്കും. നിങ്ങളെ അലട്ടിയിരുന്ന ശാരീരികമായ പ്രതിസന്ധികൾ നിങ്ങളുടെ ചികിത്സയുടെ ഫലമായിട്ട് ഇപ്പോൾ തീർച്ചയായും ഈ സമയത്ത് ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആ ചികിത്സയുടെ പൂർണ്ണമായ ഫലം ലഭിക്കും എന്ന് തന്നെ പറയാൻ കഴിയും. ഇതുവരെ ചെയ്തിരുന്ന കഠിനാധ്വാനത്തിന് നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ഫലം നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങളുടെ മുടങ്ങിക്കിടന്ന കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുവാനും നഷ്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും വീണ്ടും ലാഭത്തിലേക്ക് എത്തുവാനുമൊക്കെ അനുകൂലമായൊരു സമയമാണ്. അങ്ങനെ സംഭവിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കും. മാതാപിതാക്കളിൽ നിന്ന് ഗുണപരമായ പല നേട്ടങ്ങളും തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നിങ്ങൾക്ക് തൃപ്തി തോന്നും, സന്തോഷവും മനസ്സമാധാനവും ഒക്കെ തോന്നും. നിങ്ങളുടെ കർമ്മരംഗത്ത്, ജോലിയിലും ഔദ്യോഗിക രംഗത്തുമെല്ലാം നേട്ടം അഥവാ സ്ഥാനക്കയറ്റം ഒക്കെ ഉണ്ടാകും. മകരം രാശിക്കാർക്ക് വളരെ നല്ല സമയം തന്നെയാണ് ഈ ഏപ്രിൽ 2 ശേഷമുള്ള കാലത്ത് സംഭവിക്കാൻ പോകുന്നത്. മീനം രാശിക്കാരെ പറ്റിയാണ് ഇനിയിപ്പോൾ പറയുന്നത്. പൂരുരുട്ടാതിയുടെ കാൽഭാഗ നക്ഷത്രക്കാർ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ അടങ്ങിയവരാണ് മീനം രാശി. ഗുണപരമായ ഒരുപാട് നേട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, ശാരീരിക പ്രശ്നങ്ങൾ തീർച്ചയായും ഈ സമയത്ത് പരിഹരിക്കാൻ സാധിക്കും. ക്ഷമ ഒരല്പം ആവശ്യമായൊരു സമയമാണ്. നിങ്ങൾ ക്ഷമയോടുകൂടി പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് ഉതകുന്ന തരത്തിൽ ഗുണപരമായ ഫലങ്ങൾ സിദ്ധിക്കും. കാര്യങ്ങളെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കൈകാര്യം ചെയ്യുന്നതിനും അതിൽ നിന്ന് മികച്ച ഫലങ്ങൾ നേടുന്നതിനുമൊക്കെ യോഗം ഉള്ള സമയമാണ്. ശുഭകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയത്ത് സംഭവിക്കും. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി, കുടുംബത്തിൽ സമാധാനം, ആരോഗ്യപരമായ മെച്ചം, വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി,
അങ്ങനെ സന്തോഷവും സമാധാനവും ഐശ്വര്യവുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തും. ശുഭകരമായ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പങ്കാളിയാകുവാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുവാനോ നേതൃത്വം വഹിക്കുവാനോ ഒക്കെ നിങ്ങൾക്ക് കഴിയും. സ്വത്ത് സമ്പാദിക്കാൻ അനുകൂലമായൊരു സമയമാണ്. കാരണം നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന പല കാര്യങ്ങളും വളരെ വലിയ രീതിയിൽ മുന്നോട്ട് ഉയർച്ചയിലേക്ക് പോവുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികമായി സമ്പാദിക്കുവാനും സാധിക്കും. കടബാധ്യതകളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണിത്. സാമ്പത്തിക ലാഭം, ഐശ്വര്യം എന്നിവയ്ക്കുള്ള യോഗമൊക്കെ ഉണ്ട്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കഠിനാധ്വാനത്തിനും ഫലം തീർച്ചയായും ലഭിക്കും. നിങ്ങളുടെ പാഴായി കിടന്ന അല്ലെങ്കിൽ മുടങ്ങിക്കിടന്ന പദ്ധതികൾ പുനരാവിഷ്കരിക്കുവാൻ പുനരാരംഭിക്കുവാനൊക്കെ സാധിക്കും. എല്ലാ സൽപ്രവർത്തികളിൽ നിന്നും നിങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്തിരുന്ന എല്ലാ സൽപ്രവർത്തികളിൽ നിന്നും നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയാകുന്ന ഒരു സമയമാണ്. ജഗദീശ്വരൻ്റെ അനുഗ്രഹം തീർച്ചയായും മീനം രാശിക്കാർക്കുണ്ടാകും. നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക. ഈ എല്ലാ രാശിക്കാരും നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചെയ്തിരുന്നത് പോലെ തന്നെ ഈ ഇഷ്ട ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക. കൃത്യമായി ഇന്ന വഴിപാടുകൾ ചെയ്യണമെന്ന് പറയുന്നില്ല. നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ, അർച്ചനകൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളോട്, അത് ഏതായാലും ശരി, ആ ഇഷ്ട ദൈവങ്ങളോട് പ്രാർത്ഥിച്ച് മനസ്സുരുകി പ്രാർത്ഥിച്ച് നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ് തന്നെ അത് ചെയ്യുക. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. വിശ്വാസം ഒരു വലിയ ഔഷധമാണ്. ഏത് പ്രതിസന്ധിയിലും നമ്മൾ രക്ഷപ്പെടും, നമ്മൾ കരകയറും. അല്ലെങ്കിൽ നമ്മളെ ഈ ദൈവം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തി, ഒരു യൂണിവേഴ്സൽ പവർ നമ്മളുടെ ഒപ്പം കൂടി നിൽക്കും, നമ്മളെ സംരക്ഷിക്കും, നമ്മളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം. അത് ഏത് മതമായാലും ഏത് ദൈവമായാലും എന്തായാലും ഒരു പ്രപഞ്ചശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ധൈര്യപൂർവ്വം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനുതകുന്ന ഫലം തന്നെ ലഭിക്കും. മഴ പെയ്യുമ്പോൾ മഴയിൽ അകപ്പെട്ടു പോകുന്ന ഒരു വ്യക്തി തീർച്ചയായും നനഞ്ഞു പോകും. കാരണം തുറസായ ഒരു സ്ഥലത്താണെങ്കിൽ അയാൾക്ക് നനയാതിരിക്കുവാൻ വേറെ ഒരു നിർവാഹവുമില്ല. അത് നമ്മുടെ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഒരു സാധാരണ കാര്യം എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും സാമ്പത്തിക ബാധ്യതകൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇത് സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. പക്ഷേ നമ്മളുടെ പോസിറ്റീവ് ചിന്താഗതിയിലൂടെ നമ്മൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തികളെ നമ്മൾ കൂട്ടിന് പിടിച്ചുകൊണ്ട് നമ്മൾ അതിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് എത്രത്തോളം ധൈര്യമായി പോരാടി നമ്മൾ വിജയിക്കുന്നു എന്നതിലാണ് ഒരു വ്യക്തിയുടെ ജീവിത വിജയം അടങ്ങിയിരിക്കുന്നത്. നമ്മൾക്ക് മോശം സമയമാണ്, നമ്മളെ ശനി ആക്രമിക്കുന്നു. നമ്മുടെ നേരത്തെയുള്ളൊരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, മറുപടി തരിക. കമൻറ്റുകൾക്ക് അതിൻ്റെ താഴെ മറുപടി കൊടുക്കുക സാധാരണഗതികൾ സാധ്യമല്ലാത്തത് കൊണ്ട് കൂടിയാണ് ഇവിടെ ഇത് പറയുന്നത്. ശനി വളരെ മോശമായ ഒരു ഗ്രഹമല്ലേ? ശനി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സർവ്വതും എടുത്തുകൊണ്ട് പോവുകയില്ലേ എന്ന് ചോദിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കുറേ പേരുണ്ട്. ശനി ന്യായാധിപനാണ് എന്ന് മനസ്സിലാക്കുക. ശനി ഭഗവാൻ ന്യായാധിപനാണ്, ഒരു ജഡ്ജാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കർമ്മത്തിൽ, നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ നമ്മൾ ചെയ്ത തെറ്റ് ശരികളെയാണ് ശനി വേർതിരിക്കുന്നത്. സമാധാനപരമായി സ്വന്തം കാര്യം നോക്കി ആരെയും ഉപദ്രവിക്കാതെ, മറ്റൊരുത്തൻ്റെ ഒരു ധനവും ചോർത്തിയെടുക്കാതെ, മറ്റൊരുത്തൻ്റെ ജീവിതം തകർക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാതെ, സഹജീവികളെ സഹായിച്ച് അവരുടെ കണ്ണീരൊപ്പി തങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ, തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ചെയ്ത് സാത്വികനായി, സന്തോഷവാനായി, സമാധാനപ്രിയനായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ ശനി ഒന്നും ചെയ്യില്ല. നിങ്ങൾ ഒരു കുറ്റവാളി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ശിക്ഷിക്കുമോ? തെറ്റിദ്ധാരണ മൂലം നിങ്ങളെ ഒരു പോലീസുകാരൻ ഒരു കേസിൽ പെടുത്തി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ, എങ്കിൽ പോലും നിങ്ങൾക്ക് കോടതിയിലോ മറ്റെവിടെങ്കിലോ പോയി നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും. ഒരു നിരപരാധിയും എക്കാലവും അപരാധി എന്ന് പറയുന്ന ഒരു പട്ടപ്പേരിൽ അറിയപ്പെടില്ല. അങ്ങനൊരു ചരിത്രമില്ല. അപ്പോൾ നിങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന കേസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലികമായി ഉണ്ടാകുന്ന അഭിമാനക്ഷതമോ ഒരിക്കലും ശാശ്വതമല്ല. നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ നേരിടാൻ, നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയിക്കാം. നിങ്ങളെ ലോകം അംഗീകരിക്കും നിങ്ങൾ നിരപരാധിയാണെന്ന്. അത് മാത്രമാണ് ശനിയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. ശനി വരുമ്പോൾ
നമ്മളെ ഒന്ന് ഫിൽറ്റർ ചെയ്യും. നമ്മുടെ മനസ്സിനെ, ശരീരത്തിനെ, നമ്മുടെ ജീവിത അവസ്ഥകളെയെല്ലാം ഫിൽറ്റർ ചെയ്യും. എന്നിട്ട് നമ്മൾ ശരിയായ ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ നിരുപാധികം വെറുതെ വിടും. നമ്മളെ വെറുതെ വിടുമ്പോൾ ഒരു കാര്യം കൂടി സംഭവിക്കും. ശനി തരും, നമുക്ക് തരും, ഒരുപാട് സൗഭാഗ്യങ്ങൾ തരും. അങ്ങനെ തരുന്ന ആ സൗഭാഗ്യങ്ങൾ ഒരിക്കലും ശനി ഭഗവാൻ തിരികെ എടുക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ശനി വരുന്നു, നമുക്ക് ദോഷം സമയമാണ്, നമ്മുടെ എല്ലാം പോകും, നമ്മളൊന്നുമില്ലാതാകും എന്നൊന്നും വിചാരിച്ച് പേടിക്കേണ്ട. ലോകം സർവ്വസാധാരണമാണ്. ഇവിടെ ഗുണവും ദോഷങ്ങളും സംഭവിക്കും, ഏറ്റവും ഇറക്കവും സംഭവിക്കും, ദുഃഖവും സന്തോഷവും സംഭവിക്കും, പ്രളയവും വേനലും സംഭവിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക. എത്ര കഷ്ടപ്പെട്ടാലും ശരി തന്നെ, ഏത് പ്രതിസന്ധിയിലായാലും നിങ്ങളുടെ വിശ്വാസത്തെ കൈവിടാതെ, നിങ്ങൾ വഴിതെറ്റിപ്പോകാതെ, മറ്റൊരുത്തിനെ ദ്രോഹിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒടുവിൽ നേടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് താൽക്കാലികമായി നഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങൾ വലവിശി കാത്തിരിക്കേണ്ട. പ്രപഞ്ചം അത് നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിന് നിങ്ങളുണ്ടാകണം, നിങ്ങളുടെ കുടുംബം ഉണ്ടാകണം. ഒരിക്കലും പ്രതിസന്ധി വന്നു, കഷ്ടപ്പാട് വന്നു, ബിസിനസ് പൊളിഞ്ഞു, പട്ടിണിയിലായി, അപമാനിതനായി, ലോകം നമുക്ക് നേരെ വിരൽ ചൂണ്ടി ആക്രോശിക്കുന്നു എന്ന് കരുതി ജീവിതം കൈവിട്ട് കളയാതിരിക്കുക. ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഏത് ജീവജാലങ്ങളുടെ മുകളിലും ഒരു യൂണിവേഴ്സൽ പവർ കോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായും പാലിക്കപ്പെടും. ആ സമയത്ത് നിങ്ങളെ കൈവിട്ട് കളയാതിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഏത് ദുരിതത്തിൽ നിന്നും കരകയറാൻ കഴിയും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. നമ്മൾ 3 രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് എന്ന് കരുതി മറ്റ് നക്ഷത്രങ്ങൾക്കെല്ലാം ദോഷമാണ്, അവർക്കൊന്നും ലഭിക്കില്ല എന്ന് കരുതരുത്. അത് വെറും വിഡ്ഢിത്തം മാത്രമാണ്. എല്ലാവർക്കും എല്ലാം പ്രപഞ്ചം തരും. പക്ഷേ ഈ സമയത്ത് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാകാൻ ഏറ്റവും സാധ്യതയുള്ള നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽപ്പെട്ടവർ. അവർക്കത് കിട്ടും എന്ന് കരുതി അവർ വെറുതെ ഇരിക്കുക അല്ല ചെയ്യേണ്ടത്. അവർ പ്രയത്നിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണ ജ്യോതിഷ ഫലം പറയുന്നത് പോലുള്ള ഫലങ്ങളോ പ്രവചനങ്ങളോ ഒന്നും ഈ ചാനലിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇത് ഒരു മോട്ടിവേഷണൽ ചാനലാണ് എന്ന് മാത്രം കരുതുക. ഈശ്വരൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചം ഒരുക്കിയിരിക്കുന്നത്. ഒരിക്കലും നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി അല്ല എന്നതുകൂടി നമ്മൾ ഓർമ്മിക്കണം. എല്ലാ വ്യക്തികൾക്കും എല്ലായ്പ്പോഴും ദോഷകാലമായിരിക്കില്ല, നല്ലത് വരും. ആ നല്ലത് വരുമ്പോൾ അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലത് ചെയ്യണം. നിങ്ങൾക്കും ചെയ്യാം, ഓരോ വ്യക്തികൾക്കും ചെയ്യാം, നല്ല കാലത്തും ചെയ്യാം, ദോഷകാലത്തും ചെയ്യാം. നമ്മളാൽ കഴിയുന്നത് നമ്മുടെ സഹജീവികൾക്ക്, തെരുവ് നായകളുടെ കാര്യം ഞാൻ എപ്പോഴും പറയും. അതിൻ്റെ ഒരു പ്രധാന കാരണം അങ്ങനെയുള്ള പാവപ്പെട്ട ജീവികൾക്ക് വെള്ളമോ ആഹാരമോ കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നവർക്ക് അതിൻ്റേതായ പുണ്യം ലഭിക്കും. ശനി ഭഗവാന്റെ അനുഗ്രഹം, ശനിയുടെ ദോഷകാലങ്ങൾ അനുഭവിക്കുന്നവർ തീർച്ചയായും ഇത് ചെയ്യുക. നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ ശനി ഭഗവാന്റെ കയ്യിൽ നിന്ന് ലഭിക്കും. തെരുവിൽ കിടക്കുന്ന ഒരു ജീവിയെ ദത്തെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ കൂടെ കൂട്ടാൻ കഴിയുമെങ്കിൽ അങ്ങനെ എടുത്തുകൊണ്ട് നിന്ന് വളർത്തുക. ഒരു ജീവൻ കൊടുക്കാൻ, ഒരു ജീവിതം കൊടുക്കുവാനൊക്കെ ശ്രമിക്കുക. കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക. എല്ലാ ജീവജാലങ്ങൾക്കും, സാധുമൃഗങ്ങൾക്കും, മനുഷ്യനുമെല്ലാം നമ്മളാൽ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായും താൽക്കാലികമായി ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയും. ജഗദീശ്വരൻ, ഈ യൂണിവേഴ്സൽ പവർ നിങ്ങൾക്കൊപ്പമുണ്ട്. നന്ദി, നമസ്കാരം.